ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റു ചില വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ജൂലൈ 31 വരെ നീട്ടി. 4, 7 ക്ലാസുകളിലെ പഠനം സൗജന്യമാണ്. ഓൺലൈനായോ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ എന്നിവർ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യാപാര ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള അപേക്ഷാ തീയതി ഓഗസ്റ്റ് 20 വരെ നീട്ടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും നിവേദനങ്ങൾ പരിഗണിച്ചാണ് തീയതി നീട്ടി നൽകിയത് എന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെന്റിനായുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെന്റിനായുള്ള ഓപ്ഷൻ കൺഫർമേഷനും ആരംഭിച്ചു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനും ആർക്കിടെക്ചർ കോഴ്സുകളിലെ ഓപ്ഷൻ കൺഫർമേഷനും പുനഃക്രമീകരണത്തിനും ഈ മാസം വരെ സൗകര്യമുണ്ടായിരിക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കേരളയിൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഔപചാരിക പഠനാവസരം നഷ്ടപ്പെട്ടവർക്കും വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.